ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാന ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ജാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജതേ തസ്യൈ ദിശേ നമസ്കൂർമ്മ കായേന വചസാ ധിയാ. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും ദേ ചരിതൈസ്തുതീയൈ യഥാമതിത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതമാരുതേശ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാന്റെ മനോഹരമായ രാസക്രീഡ, രാസപഞ്ചാധ്യായി എന്നറിയപ്പെടുന്ന ദശമസ്കന്ധത്തിലെ 29-ാമത്തെ അധ്യായം മുതൽ 33-ാമത്തെ അധ്യായങ്ങൾ വരെയുള്ള 5 അധ്യായങ്ങൾ വളരെ പ്രസിദ്ധമാണ്. അതിൽ 30-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഗോപികളുടെ മുമ്പിൽ നിന്ന് തിരോധാനം ചെയ്യുന്നു. വേണുഗാനം കേട്ട് വൃന്ദാവനത്തിൽ വന്ന ഗോപികമാര് ശ്രീകൃഷ്ണൻ അവർ തമ്മിലുള്ള ആ സംവാദം, രാസാരംഭം, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ ആ തിരോധാനമാണ്. പിന്നീടാണ് ഗോപികാഗീതം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഗോപികളെ ആശ്വസിപ്പിക്കുന്നത്. രാസക്രീഡ എന്നുള്ള ഭാഗങ്ങളൊക്കെ പിന്നീടാണ് വരുന്നത്. 30-ാമത്തെ അധ്യായത്തിൽ ഗോപികളുടെ ഭഗവത് അന്വേഷണം. അഹങ്കാരം കൂടുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല എന്നതിൻ്റെ തെളിവാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ചുരുക്കം വിഷയം. ഭഗവാൻ ഒരു ഗോപികയ്ക്ക് അഹങ്കാരം വരികയും എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ട് എന്ന ആ ഒരു അഹങ്കാരം വരികയും ഒന്ന് പരീക്ഷിക്കാനായി ഭഗവാൻ ഒന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ ഗോപികൾ അങ്ങനെ സങ്കടപ്പെട്ട് ആകുലപ്പെട്ട് ഭഗവാനെ അന്വേഷിച്ച് നടക്കുന്നു. കണ്ട പുല്ലിനോടും പുഴയോടും ചെടിയോടും പൂക്കളോടും പശുക്കളോടും കണ്ട എല്ലാ ജീവികളോടും നടന്ന് അന്വേഷിക്കുന്നു. ഭഗവാൻ എവിടെ, കണ്ണൻ എവിടെ, കൃഷ്ണൻ എവിടെ എന്ന് അന്വേഷിച്ചു കൊണ്ട് നടക്കുന്ന മനോഹരമായ ആ ഗോപികളുടെ ഭഗവത് അന്വേഷണത്തിൻ്റെ ആ ഒരു വിലാപം ആയിട്ടുള്ള ഭാഗത്തെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത് കാണാം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അഥ 30-തമോऽധ്യായ. ശ്രീശുക ഉവാച. അന്തർഹിതേ ഭഗവതി സഹസൈവ വ്രജാംഗനാ അതപ്യംസ്തമജക്ഷാണാ കരിണ്യ ഇവ യൂഥപം ഗത്യാനുരാഗസ്മിത വിഭ്രമേക്ഷിതൈർമനോരമാലാപവിഹാര വിഭ്രമൈ ആക്ഷിപ്തചിത്താ പ്രമദാരമാപദേസ്താസ്താ വിചേഷ്ടാ ജഗൃഹുസ്തദാത്മികാ ഗതിസ്മിത പ്രേക്ഷണഭാഷണാദിഷു പ്രിയാ പ്രിയസ്യ പ്രതിരൂഢമൂർത്തയ അസാവഹം ത്വിത്യബലാത്തദാത്മികാന്യവേദിഷു കൃഷ്ണവിഹാര വിഭ്രമാ ഗായന്യ ഉച്ചൈരമുമേവ സംഹതാ വിജിക്കുരുന്മത്തകവദ്വനാദ്വനം പപ്രച്ഛുരാകാശവദന്തരം ബഹിർഭൂതേഷു സന്തം പുരുഷം വനസ്പതീൻ ദൃഷ്ടോ വഃ കച്ചിദശ്വത്ഥ പ്ലക്ഷന്യഗ്രോധനോ മന നന്ദസൂനുർഗതോ ഹൃത്വാ പ്രേമഹാസാവലോകനൈ കച്ചിത് കുരവകാശോകനാഗപുന്നാഗചമ്പക കച്ചിത് കുരവകാശോകനാഗപുന്നാഗചമ്പക രാമാനുജോ മാനിനീനാമിതോ ദർപ്പഹരസ്മിത കച്ചിത് തുളസി കല്യാണി ഗോവിന്ദചരണപ്രിയേ
സഹത്വാളികുലൈർബിഭ്രദൃഷ്ടസ്തേതി പ്രിയോച്യുത മാലത്യദർശിവക്കച്ചിന്മല്ലികേ ജാതിയൂഥികേ പ്രീതിം വോജനയൻ യാതക്കരസ്പരിശേന മാധവ ചൂതപ്രിയാളപനസാസന കോവിദാരജംബുർക്കബില്ലുപകുളാമ്രകദംബനീവ യന്യേ പരാർത്ഥഭവകായ മുനോപകൂലാശംസന്തു കൃഷ്ണപദവീം രഹിതാത്മനാംന കിം തേ കൃതം ക്ഷിതിതപോപദ കേശവാഘ്രിസ്പർശോത്സവോൾപുളകിതംഗരുഹയേ വിഭാസി അപ്യംഘ്രി സംഭവ ഉരുക്രമവിക്രമാദ്വാ ആഹോവരാഹവഭുഷ പരിരംഭണേന അപ്യേണ പത്നുപഗത പ്രിയേഹ ഗാത്രൈസ്തന്വൻദൃശം സഖി സുനിർവൃതിമച്യുതോ വ കാന്താംഗസംഗകുചകുങ്കുമരഞ്ജിതായ കുന്ദസ്രജക്കുലപദേരിഹവാദിഗന്ധ ബാഹും പ്രിയാംസ ഉപധായ ഗൃഹീത പത്മോ രാമാനുജത്തുളസികാളികുലൈർമദന്ധയെ അന്വീയമാന ഇഹവസ്തരവ പ്രണാമം കിം വാഭിനന്ദതി ചരൻ പ്രണയാവലോകയെ പൃച്ഛതേ മാലദാ ബാഹൂനപ്യാശ്ലിഷ്ടാ വനസ്പതേ നൂനം തൽക്കരജസ്പൃഷ്ടാ ബിഭ്രത്യുത്പുളകാന്യഹോ ഇത്യുന്മത്തവജോ ഗോപ്യ കൃഷ്ണാന്വേഷണകാതര ലീലാ ഭഗവതാസ്താസ്താഹ്യനുചക്രുസ്തദാത്മികാ കസ്യാശ്ചിത് പൂതനായന്ത്യാ കൃഷ്ണായന്ത്യപിബസ്തനം തോകായിത്വാരുദത്യന്യാപദാഹൻ ശകടായതീം ദൈത്യായിത്വാ ജഹാരണ്യാമേകാ കൃഷ്ണാർഭഭാവനാം രിംഗയാമാസ കാപ്യംഘ്രീകരിഷന്തി ഘോഷനിസ്വനൈഃ കൃഷ്ണരാമായിതേ ദ്വേതു ഗോപായന്ത്യശ്ച കശ്ചന വത്സായതിം ഹന്തി ചാന്യാ തത്രൈകാതുപഗായതീം ആഹൂയ ദൂരഗായദ്വത്കൃഷ്ണസ്തമനുകുർവതീം വേണും കൊണന്തീം ക്രീഡന്തീം അന്യാശംസന്തി സാധ്വിതി കസ്യാംചിത് സ്വഭുജം യസ്യ ചലന്ത്യാഹ പരാനനു കൃഷ്ണോഹം പശ്യത ഗതിം ലളിതാമിതി തന്മനാ മാ ഭൈഷ്ടവാദപരിഷാഭ്യാം തത്രാണം വിഹിതം മയാ ഇത്യുക്തൈകേന ഹസ്തേന യതന്ത്യുന്യദഥെംബരം ആരുഹ്യൈകാപദാക്രമ്യ ശിരസ്യാഹ പരാം നൃപ ദുഷ്ടാഹേ ഗച്ഛ ജാതോഹം ഖലാനം നനു ദണ്ഡദൃക്ക് തത്രൈകോവാച ഹേ ഗോപാദാവഗ്നിം പശ്യതുൽപ്പണം ചക്ഷും ശ്വാശ്വപിതധ്വം വോ വിധാസ്യേ ക്ഷേമമഞ്ജസാ ബദ്ധന്യയാ സജാകാജിൽ തന്വീ തത്ര ഉലൂഖലേ ഭീതാ സുദൃക്പിധായാസ്യം ഭേജേ ഭീതിവിഡംബനം ഏവം കൃഷ്ണം പൃച്ഛമാനാ വൃന്ദാവനലതാസ്തരൂൻ വ്യചക്ഷതവനോദ്ദേശേ പദാനി പരമാത്മന പദാനി വ്യക്തമേതാനി നന്ദസൂനോർമഹാത്മന ലക്ഷ്യന്തേ ഹി ധ്വജാംഭോജ വജ്ര അങ്കുശയവാദിഭേ തൈസ്തൈ പദൈസ്തത്പദവീമന്യശ്ചന്ദ്യോഗ്രതോബല വധ്വാ പദൈ സുപ്രകൃതാനി വിലോക്യാർത്താഃ സമഭ്രുവൻ കസ്യാപദാനി ചൈതാനി യാദായാനന്ദസൂനുനാ അംസന്യസ്തപ്രകോഷ്ഠായ കരേണോ കരിണാ യഥാ അനയാ ആരാധിതോ നൂനം ഭഗവാൻ ഹരിരീശ്വര എന്നോ വിഹായ ഗോവിന്ദ പ്രീതോ യാമനയദ്രഹ ധന്യ അഹോ അമി ആള്യോ ഗോവിന്ദാഘ്രബ്ജരേണവ യാൻ ബ്രഹ്മേശോ രമാദേവീ ദധുർമൂർധ്നി അഘനുത്തയേ തസ്യാ അമോനി നക്ഷോഭം കുർവന്ത്യുച്ചൈ പദാനി യത് യൈകാപഹൃത്യ ഗോപീനാം രഹോ ഭുങ്ക്തേ അച്യുതാധരം ന ലക്ഷ്യന്തേ പദാന്യത്ര തസ്യാ നൂനം തൃണാങ്കുരൈഃ ഖിദ്യസുജാതാഘ്രലതാമുന്നിന്യൈ പ്രേയസീം പ്രിയ ഇമാനി അധികമഗ്നാനി പദാനി വഹതോ വധൂം ഗോപ്യ പശ്യത കൃഷ്ണസ്യ ഭാരാക്രാന്തസ്യ കാമിന അത്രാവരോപിതാ കാന്താ പുഷ്പഹേതോർമഹാത്മന അത്ര പ്രസൂനാപജയ പ്രിയാർത്ഥേ പ്രേയസാ കൃത പ്രപദാക്രമണേ ഏതേ പശ്യതാ സകലേ പദേ കേശപ്രസാദനം ത്വത്ര കാമിന്യാ കാമിനാകൃതം താനി ചൂടയതാ കാന്താം ഉപവിഷ്ടമിഹ ധ്രുവം രേമേതയാജാത്മരത ആത്മാരാമോപ്യഖണ്ഡിത കാമിനാം ദർശയൻ ദൈന്യം സ്ത്രീണാം ജൈവ ദുരാത്മതാം
ഇത്യേവം ദർശയന്ത്യസ്താശ്ചേരുർഗോപ്യോ വിചേതസ യാം ഗോപീമനയത് കൃഷ്ണോ വിഹായ അന്യാ സ്ത്രിയോ വനേ. ഇത്യേവം ദർശയന്ത്യസ്തശ്ചേരുർഗോപ്യോ വിചേതസ യാം ഗോപീമനയത് കൃഷ്ണോ വിഹായ അന്യാ സ്ത്രിയോ വനേ. സാ ച മേനേതദാത്മാനം വരിഷ്ഠം സർവയോഷിതാം ഹിത്വാ ഗോപീകാമയാനാമാമസൗ ഭജതേ പ്രിയ. തതോ ഗത്വാ വനോദ്ദേശം ദൃപ്താ കേശവമബ്രവീത് ന പാരേഹം ചലിതും നയമാം യത്ര തേ മനാ. ഏവമുക്തപ്രിയാമാഹ സ്കന്ധ ആരുഹ്യതാമിതി തതശ്ചാന്തർദധേ കൃഷ്ണ സാ വധൂരന്വതപ്യത. ഹാ നാഥരമണപ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയസന്നിധിം. ഹാ നാഥരമണപ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയസന്നിധിം. ഹാ നാഥ രമണപ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയസന്നിധിം. അന്യശ്ചന്ദ്യോ ഭഗവതോ മാർഗം ഗോപ്യോ വിദൂരത ദദിശു പ്രിയ വിശ്ലേഷമോഹിതാം ദുഃഖിതാം സഖീം. അന്യശ്ചന്ദ്യോ ഭഗവതോ മാർഗം ഗോപ്യോ വിദൂരത ദദിശു പ്രിയ വിശ്ലേഷമോഹിതാം ദുഃഖിതാം സഖീം. തയാ കഥിതമാകർണ്യ മാനപ്രാപ്തിം ച മാധവാൽ അവമാനം ച ദൗരാത്മ്യാത് വിസ്മയം പരമം യയോ. തതോ വിശൻ വനം ചന്ദ്രജ്യോത്സ്നായാവത് വിഭാവ്യതേ തമപ്രവിഷ്ടമാലക്ഷ്യ തതോ നിവവൃതു സ്ത്രിയ. തന്മനസ്കാസ്തദാലാപാസ്തദ്വിജേഷ്ടാസ്തദാത്മികാ തദ്ഗുണാനേവ ഗായന്ത്യോ നാത്മാഗാരാണി സസ്മരു. പുനഃ പുളിനമാഗത്യ കാളിന്ദ്യാ കൃഷ്ണഭാവന സമവേദായ ഗോകൃഷ്ണം തദാഗമനകാംക്ഷിതാ. സമവേദായ ഗോകൃഷ്ണം തദാഗമനകാംക്ഷിതാ. ശ്രീഹരേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം കൃഷ്ണാന്വേഷണം നാമ ത്രിംശത്തമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം 30-ാം അധ്യായം. വിരഹസന്തപ്തകളായ ഗോപിമാർ ഭഗവാന്റെ മാർഗമന്വേഷിച്ച് ഉന്മത്തകളെപ്പോലെ ചുറ്റി നടന്നു എന്ന് ഈ 30-ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കണം. ശ്രീ ശുക ബ്രഹ്മർഷി പറയാണ്: അന്തർഹിതേ ഭഗവതി സഹസൈവ വ്രജാംഗനാഃ അതപ്യം സ്തമചക്ഷാണ കരിണ്യ ഇവയൂഥപം. ഭഗവാൻ അപ്രത്യക്ഷനായപ്പോൾ പിടിയാന തങ്ങളുടെ കൊമ്പനെ കാണാതെ ദുഃഖിക്കണതുപോലെ ഗോപികമാർ തങ്ങളുടെ നാഥനായ സർവസ്വമായ ഭഗവാനെ കാണാതെ വളരെ ദുഃഖിച്ചു. ഒന്നിച്ചിരിക്കുമ്പോഴുള്ളതിനേക്കാൾ അധികം അനുരാഗം പിരിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാവും. ഭഗവാൻ അപ്രത്യക്ഷനായപ്പോൾ ഭഗവാന്റെ സഞ്ചാരം
അനുരാഗം, മന്ദഹാസം, കടാക്ഷം എന്നിവയാൽ അപഹൃത ചിത്തകളായി ആ ഭഗവാനിൽ ലയിച്ച മനസ്സോടുകൂടി ഭഗവത് ലീലകൾ അനുസ്മരിച്ചുകൊണ്ട് അനുകരിച്ചുകൊണ്ട് അവർ സമയം കഴിച്ചുകൂട്ടി. ഭഗവാന് പ്രിയപ്പെട്ട ആ ഗോപികമാർ തങ്ങളുടെ എല്ലാമായ ആ ഭഗവാന്റെ പ്രവൃത്തികളിലും ഉപദേശങ്ങളിലും ചലനങ്ങളിലും തന്മയീഭവിച്ച് അന്യോന്യം ലീലകൾ അനുകരിച്ച് കൂട്ടമായി ഭഗവാനെ പറ്റി പാടിക്കൊണ്ട് കാട്ടിലൂടെ നടന്നു. പക്ഷേ അവിടെ എവിടെയും ഭഗവാനെ കണ്ടില്ല. എങ്കിലും അവർ അന്വേഷിച്ചു നടന്നു. ദൃഷ്ടോപക്കച്ചിതശ്വദ്ധ, അവർ വൃക്ഷങ്ങളോട് ഭഗവാനെ കണ്ടു എന്ന് ചോദിക്കുകയാണ്. അല്ലയോ അരയാലുകളെ, അത്തി, ഇത്തി, അശോകം, ചെമ്പകം, നാഗം മുതലായ വൃക്ഷങ്ങളെ, മാനിനിമാരുടെ അഹങ്കാരമില്ലാതാക്കുന്ന പുഞ്ചിരി തൂകുന്ന മായാമാധവൻ ഈ വഴിക്കെങ്ങാനും പോകുന്നത് നിങ്ങൾ കണ്ടു? ഞങ്ങളുടെ മനം കവർന്ന കണ്ണൻ ഓടിപ്പോണത് ആരെങ്കിലും കണ്ടു? കച്ചിത് തുളസി കല്യാണി, ഭഗവാന്റെ പാദങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹേ തുളസി മംഗളസ്വരൂപേ, ഭവതിക്ക് പ്രിയനായ അച്യുതൻ ഈ വഴിക്ക് പോണത് കണ്ടു? പിച്ചകം, മല്ലിക, ജാതി മുതലായവയോട് ചോദിക്കുകയാണ്. നിങ്ങളെ തലോടി സന്തോഷിപ്പിച്ചുകൊണ്ട് ആ മുരളീധരൻ ഈ വഴിക്കെങ്ങാനും പോയോ? ഞാവല്, പ്ലാവ്, മാവ്, കൂവളം, ഇലഞ്ഞി മുതലായ ദിവ്യവൃക്ഷങ്ങളെ ഹരിയുടെ വിയോഗത്താൽ ശൂന്യചിത്തകളായി തീർന്ന ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മാർഗം പറഞ്ഞു തരൂ. കിം തേ കൃതം ക്ഷിതി, അല്ലയോ ഭൂമിദേവി, നീ എന്ത് തപസ്സാ ചെയ്തത്? ഭഗവാന്റെ പാദസ്പരിശം കിട്ടിയതുകൊണ്ടാണോ നീ രോമാഞ്ചിതയായി ശോഭിക്കണത്? അതോ പണ്ട് വാമനമൂർത്തിയുടെ പാദസ്പരിശം കിട്ടിയതുകൊണ്ടാണോ? അപ്പോഴാണ് ഒരു മാൻപേടയെ കണ്ടത്. അപ്പോൾ അതിനോട് ചോദിക്കുകയാണ്, അല്ലയോ തോഴി മാൻപേടെ, നിന്റെ മനോഹരമായ കണ്ണുകൾക്ക് ആനന്ദം നൽകി ആ അച്യുതൻ പ്രിയതമയോടുകൂടി ഈ വഴി വന്നു. കാന്തയുടെ കരസ്പർശത്താൽ അവളുടെ മാറിലെ കുങ്കുമം പുരണ്ട ഭഗവാന്റെ കുന്തപ്പൂമാലയുടെ സുഗന്ധം ഇവിടെയൊക്കെ പരന്നിട്ടുണ്ടല്ലോ. ഹേ വൃക്ഷങ്ങളെ, പ്രിയയുടെ കഴുത്തിൽ ഒരു കൈ വെച്ച് തുളസി മധു സേവിച്ച് മറ്റേ കയ്യിൽ താമരപ്പൂ പിടിച്ച് കണ്ണൻ ഈ വഴിക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രണാമത്തെ കടാക്ഷം നൽകി അഭിനന്ദിച്ചു. ലതകളെ, നിങ്ങൾ നിങ്ങളുടെ പതിയായ വൃക്ഷങ്ങളെ പുണർന്നവരാണ് എങ്കിലും ഭഗവാന്റെ കരസ്പരിശമേറ്റ് രോമാഞ്ചമണിഞ്ഞ ഭാഗ്യവതികളാണല്ലോ. ഇങ്ങനെ ചെടികളോടും മരങ്ങളോടും ഒക്കെ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഉന്മത്തകളെ പോലെ ആ ഗോപസ്ത്രീകൾ ഭഗവാന്റെ ലീലകൾ ഓരോന്നായിട്ട് അനുകരിക്കാൻ തുടങ്ങി. കസ്യാശ്ചിത് പൂതനായന്ത്യ, ഒരു ഗോപി ഉണ്ണിക്കണ്ണനായി അഭിനയിച്ചുകൊണ്ട് പൂതനയായി അഭിനയിച്ച ഗോപിയുടെ സ്തനം പാനം ചെയ്തു. വേറൊരു സ്ത്രീ ബാലകൃഷ്ണനായി അനുകരിച്ച് വണ്ടിയായി കിടക്കുന്ന ഗോപസ്ത്രീയെ കാലുകൊണ്ട് ചവിട്ടി ഉപദ്രവിച്ചു. വേറൊരു ഗോപസ്ത്രീ തൃണാവർത്തനെ അനുകരിച്ച് കണ്ണനായി അഭിനയിച്ച ഗോപസ്ത്രീയെ അപഹരിച്ചു. മറ്റൊരു ഗോപി കിങ്ങിണിയുടെ ശബ്ദം പുറപ്പെടുവിച്ച് എല്ലായിടത്തും മുട്ടുകുത്തി നടന്നു. രണ്ട് ഗോപികൾ രാമകൃഷ്ണന്മാരുടെ വേഷം കെട്ടി വേറെ ചിലരെ അവരുടെ ഭാവം അനുകരിച്ചും നടന്നു. ഒരു ഗോപി വത്സാസുരനായും മറ്റൊരു ഗോപി ബഗാസുരനായും അഭിനയിച്ചു. വത്സാസുരവധവും ബഗാസുരവധവും അവർ അഭിനയിച്ചു.
ചിലർ കൃഷ്ണനായി, ചിലർ ഗോപക്കുട്ടികളായി, വേറെ ചിലർ പശുക്കുട്ടികളായി. പശുക്കുട്ടികളായി അഭിനയിക്കുന്നവർ രാമകൃഷ്ണന്മാരെ വിട്ട് കുറേ ദൂരേക്ക് പോയപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഓടക്കുഴൽ വിളിച്ച് അവരെ അടുത്തേക്ക് വരുത്തി. അങ്ങനെ എല്ലാവരും കൂടി കളിച്ചു. ഒരു ഗോപി മറ്റൊരു ഗോപിയുടെ തോളിൽ കൈവച്ച് താൻ കൃഷ്ണനാണ് എന്ന് നടിച്ച് ഗമയോടെ നടന്നു. കാറ്റിൽ നിന്നും മഴയിൽ നിന്നും രക്ഷ നൽകാനെന്ന ഭാവത്തിൽ ഒരുവൾ കൃഷ്ണനെ അനുകരിച്ചുകൊണ്ട് ഗോവർദ്ധനമാണ് എന്ന് സങ്കൽപ്പിച്ച് പ്രയാസപ്പെട്ട് ഉത്തരീയ വസ്ത്രമെടുത്ത് പൊക്കിപ്പിടിച്ചു. പിന്നീട് കാളിയമർദ്ദനം അഭിനയിക്കുന്നു. കൃഷ്ണനായി അഭിനയിക്കുന്ന ഗോപി മറ്റൊരു ഗോപിയുടെ ദേഹത്തിൽ ചവിട്ടി തലയിൽ കയറി നിന്ന് പറയാണ്, ദുഷ്ടസർപ്പമേ, ഇവിടെ നിന്ന് പുറത്തു പോകൂ. ഞാൻ ദുഷ്ടന്മാരെ ശിക്ഷിക്കാനായി അവതരിച്ചവനാണ്. അതിലൊട്ടും സംശയിക്കേണ്ട, അത് സത്യമാണ്. അങ്ങനെ നടക്കണ സമയത്ത് ഒരു ഗോപി പറയാണ്, ഹേ ഗോപന്മാരെ, നിങ്ങൾ കാട്ടുതീയ ആളിക്കത്തണത് കണ്ടില്ലേ? പേടിക്കണ്ട കേട്ടോ, കണ്ണടച്ചോളൂ, ഞാൻ രക്ഷിച്ചോളാം. അങ്ങനെ കാട്ടുതീയിൽ നിന്ന് രക്ഷിച്ച കഥ അനുകരിച്ചു. അപ്പോൾ ഒരു ഗോപി മറ്റൊരു ഗോപിയെ പൂമാല കൊണ്ട് ഉരലിൽ പിടിച്ചു കെട്ടി. കൃഷ്ണനായ ഗോപി പേടിച്ചു വിറച്ചുകൊണ്ട് ദാമോദരലീല അഭിനയിച്ചു. വൃന്ദാവനത്തിലുള്ള ലതകളോടും മരങ്ങളോടും ഗോപികൾ ആ മായാമാധവനെപ്പറ്റി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് ആ കാട്ടിൽ സഞ്ചരിച്ചു. അപ്പോൾ അവർ അവിടെ പരമാത്മാവായ ശ്രീകൃഷ്ണൻ്റെ പാദചിഹ്നങ്ങൾ കണ്ടു. അവരെ നല്ലോണം സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു സ്ത്രീയുടെ കാലടി കൂടി കണ്ടപ്പോൾ ഗോപികൾ ദുഃഖിച്ചു. ശ്രീകൃഷ്ണൻ ഒറ്റയ്ക്കല്ല, ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവൾ ഏതായാലും കൃഷ്ണന് ഏറെ പ്രിയപ്പെട്ടവളായിരിക്കും. കൊമ്പനാനയുടെ കൂടെ പോകുന്ന പിടിയാനയെ പോലെ നന്ദപുത്രനോടൊപ്പം അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവയ്ക്കാൻ ഭാഗ്യം കിട്ടിയ സ്ത്രീയാണ് അവൾ എന്ന് അവർ തീരുമാനിച്ചു. ഭഗവാൻ കൃഷ്ണൻ തീർച്ചയായും അവളാൽ പൂജിതനാണ്. അതുകൊണ്ട് നമ്മളെ ഉപേക്ഷിച്ച് അവളെയും കൂട്ടി നമുക്ക് പോകാൻ സാധിക്കാത്തതായ ഏകാന്തതയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ആ ഗോപസ്ത്രീകൾ പറയാണ്, ഹേ തോഴിമാരെ, കണ്ണൻ്റെ പാദാംബുജ രേണുക്കൾ പുണ്യമുള്ളവയാണ്. ബ്രഹ്മാവും ശിവനും ലക്ഷ്മിയും പാപപരിഹാരത്തിനു വേണ്ടി ആ പാദരേണുക്കളെ ശിരസിൽ ധരിക്കുന്നു. എന്നാൽ അവളുടെ പാദചിഹ്നങ്ങൾ നമുക്ക് ക്ഷോഭമുണ്ടാക്കുന്നു. കാരണം അവൾ നമ്മുടെ അച്യുതൻ്റെ അധരത്തെ അപഹരിച്ച് ഒറ്റയ്ക്ക് ഭുജിക്കുന്നു. അതാ അവിടെ അവളുടെ പാദചിഹ്നങ്ങൾ കാണാനില്ല. പ്രിയങ്കരനായ കണ്ണൻ തൻ്റെ പ്രിയപ്പെട്ടവളെ തോളിലെടുത്ത് കൊണ്ടുപോയതാവാം. അതുകൊണ്ടാവാം കൃഷ്ണൻ്റെ കാലടികൾ മാത്രം കാണുന്നത്. ആ കാമിനിയെ എടുത്തുകൊണ്ട് നടന്നപ്പോൾ ഭാരം കൊണ്ട് ആ കണ്ണൻ്റെ കാലടികൾ മണ്ണിൽ താന്നു പോയതായിട്ട് കാണുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ താഴെ ഇറക്കി അവൾക്ക് പൂക്കൾ പറിച്ചു കൊടുക്കാൻ തുടങ്ങി. പൂക്കൾ പറിച്ചു കൊടുത്ത സ്ഥലവും അവർ കണ്ടു. പൂക്കൾ പറിക്കാൻ എത്താതെ വന്നപ്പോൾ കാലുയർത്തി വിരലുകൾ അമർത്തി നിന്ന് പൂപ്പറിച്ച് മാല കെട്ടി കാമിനിയുടെ കേശാലങ്കാരം കൂടി കൃഷ്ണൻ ഇവിടെ വെച്ച് ചെയ്തു എന്ന് അവർക്ക് മനസ്സിലായി. അവളുടെ മുടിയിൽ പൂ ചൂടിച്ച് അവളെ സുന്ദരിയാക്കിയിരിക്കുന്നു.
ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, രേമേ തയാ ചാത്മരഥ ആത്മാരാമോപ്യഖണ്ഡിത കാമിനാം ദർശയൻ ദൈന്യം സ്ത്രീണാം ചൈവ ദുരാത്മനാം. ആത്മാരാമനായ ഭഗവാൻ കാമികളുടെ ദീനഭാവത്തെയും വനിതകളുടെ ദുരഭിമാനത്തെയും കാണിക്കാനായി അവളോടുകൂടി രമിച്ചു. സാ ച മേനേ തദാത്മാനം വരിഷ്ഠം സർവയോഷിതാം ഹിത്വാ ഗോപീ കാമയാന മാമസൗ ഭജതേ പ്രിയ. മറ്റുള്ള സ്ത്രീകളെയെല്ലാം കാട്ടിൽ ഉപേക്ഷിച്ച് കണ്ണൻ തന്നെ മാത്രം കൊണ്ടുപോയപ്പോൾ താൻ അവരെക്കാൾ ശ്രേഷ്ഠയും സമർത്ഥയുമാണ് എന്ന് വിചാരിച്ച് അവൾ അഹങ്കരിച്ചു. തതോ ഗത്വാ വനോദ്ദേശം ദൃപ്ത കേശവമബ്രവീത് ന പാരയേഹം ചലിതും നയമാം തത്ര തേ മനഃ. കണ്ണൻ തന്നെയാണ് ഏറ്റവും അധികം സ്നേഹിക്കണത് എന്ന് വിചാരിച്ച് അവൾ അഹങ്കാരമത്തയായി. ന പാരയേഹം ചലിതും, എനിക്ക് നടക്കാൻ വയ്യ കൃഷ്ണ, അങ്ങ് എവിടേക്കാണോ പോണത് അവിടേക്ക് വേണമെങ്കിൽ എന്നെ എടുത്തു കൊണ്ടുപോകണം എന്നും കൃഷ്ണനോട് വാശി പിടിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എന്നാൽ നീ എൻ്റെ തോളിലേറിക്കോളൂ. കാമുകന്മാരുടെ ദൈന്യതയാണ് ഇവിടെ പറയണത്. സർവേശ്വരനായാലും കാമുകലീല അഭിനയിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെയുള്ള അപമാനമൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ? രാധയെപ്പോലെ ഭഗവത് ഭക്തിയുള്ളവൾക്ക്, പരമഭക്തിയുള്ളവൾക്ക് ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അഹങ്കാരം വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ സാധാരണ സ്ത്രീകൾക്ക് എത്രത്തോളം അഹങ്കാരം ഉണ്ടാവുമെന്ന് ആലോചിച്ചാൽ മതി. അവൾ തോളിൽ കയറാൻ നോക്കിയപ്പോൾ ഭഗവാൻ അപ്രത്യക്ഷനായി. അപ്പോൾ അവൾക്ക് താൻ ചെയ്ത പ്രവൃത്തിയിൽ പശ്ചാത്താപമുണ്ടായി. ഹാ നാഥ രമണപ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധിം. ആ ഗോപി അത്യധികം ദുഃഖത്തോടു കൂടി പറയാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാണനാഥ മഹാബാഹോ, അവിടുന്ന് എവിടെയാണ്? ഹേ സഖേ, ദുഃഖിതയും ദാസിയുമായ എനിക്ക് അങ്ങ് എവിടെയാണ് എന്ന് കാണിച്ചു തന്നാലും. ഇങ്ങനെ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാനെ അന്വേഷിച്ചു നടക്കുന്ന മറ്റു ഗോപികമാർ ദുഃഖിതയും പ്രിയതമൻ്റെ വിയോഗത്താൽ മോഹാലസ്യപ്പെട്ട് തളർന്നു കിടക്കുന്നവളുമായ ആ സഖിയെ തൊട്ടടുത്ത് തന്നെ കണ്ടു. കൃഷ്ണനിൽ നിന്ന് തനിക്ക് കിട്ടിയ മാനവും തൻ്റെ ദുരഭിമാനം കൊണ്ടുണ്ടായ തിരസ്കാരവും അവൾ പറഞ്ഞത് കേട്ടപ്പോൾ ഗോപികമാർക്ക് അത്ഭുതമായി. പിന്നെ അവർ ആ ഗോപികയോടുകൂടി നിലാവുള്ള സ്ഥലത്തൊക്കെ കൃഷ്ണനെ അന്വേഷിച്ചു. കൂരിരുട്ടുള്ള സ്ഥലങ്ങൾ കണ്ടപ്പോൾ അവർ അന്വേഷണം നിർത്തി. അവരുടെ മനസ്സു മുഴുവൻ ഭഗവാനെക്കുറിച്ച് മാത്രമായതുകൊണ്ട് വീടിനെക്കുറിച്ചൊക്കെ മറന്നു, വീട്ടിലേക്ക് തിരിച്ചു പോയില്ല. പുനഃ പുളിനമാഗത്യ കാളിന്ത്യ കൃഷ്ണഭാവനാഹം സമവേദ ജഗു കൃഷ്ണം തദാഗമനകാംക്ഷിതാഹം. ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഭഗവാന്റെ ഗുണങ്ങൾ പാടി നടന്നും ചേഷ്ടകൾ അഭിനയിച്ചും തന്മയീഭവിച്ച് എല്ലാം വിസ്മരിച്ചു കഴിഞ്ഞു. അവർ ഭഗവാനെ ചിന്തിച്ച് ഭഗവാന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചുകൊണ്ട് കാളിന്തിയുടെ മണൽത്തിട്ടിലേക്ക് തന്നെ എല്ലാവരും എത്തിച്ചേർന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായം സമർപ്പിക്കുന്നു. എൻ്റെ ഈ വാക്കുകൾ സർവേശ്വരനായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു.
സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.